Hi, I'm Thesnim Azeez. In the Chayamo, and the Southern poori baji in the Carle. But my Cherpata like the poori baji. Poori, Yanda Kuchur, poori in the അതുപോലെ തന്നെ ബജി സാധാരണ തേങ്ങാപ്പാൽ ഒഴിക്കാറില്ല പക്ഷെ ഉമ്മ എപ്പോഴും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ആ ഒരു കറിയും പൂരിയും അപ്പോൾ ഇത് കിഴങ്ങും ഉരുളക്കിഴങ്ങും തേങ്ങാപ്പാലും ആണെങ്കിൽ പോലും നമുക്ക് ഈ വർക്കിംഗ് കപ്പിളിനൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കിയിട്ട് വെക്കാൻ പറ്റും 2 ദിവസം വേണമെങ്കിൽ ഉപയോഗിക്കാൻ കേടുവരില്ല അത്ര പെട്ടെന്നൊന്നും കേടുവരില്ല ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ പൂരി ബജി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പൂരി ഉണ്ടാക്കാൻ വേണ്ടി 1/2 കപ്പ് മൈദ 1/2 കപ്പ് ഗോതമ്പ് പൊടി 1 കപ്പ് മൈദയായാലും അല്ലെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഒന്നിച്ച് വേണമെങ്കിൽ അതുപോലെ എടുക്കാം കേട്ടോ ഇതിലേക്ക് അജ്വൈൻ ഒരു 1/4 ടീസ്പൂൺ ഈ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ ഉപ്പ് മല്ലിയില അരിഞ്ഞതാണ് മല്ലിയില അരിഞ്ഞെന്ന് പറഞ്ഞാൽ മല്ലിയിലയുടെ ഇല മാത്രം എടുത്തിട്ടാണ് കേട്ടോ അതിൻ്റെ തണ്ട് കൂട്ടി അരിഞ്ഞിട്ടില്ല ഇല മാത്രം ഞാനിങ്ങനെ അടർത്തി നുള്ളി എടുത്തിട്ട് അത് അരിഞ്ഞിട്ടാണ് മല്ലിയില നല്ലതാണ് അല്ലെങ്കിൽ മേത്തി ലീവ്സ് ഉണ്ടല്ലോ ഉലുവയില വാങ്ങാൻ കിട്ടും അത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ നല്ലതാണ് എനിക്കിപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാനത് ചെയ്യും ഇത് വേണമെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് വരെ ഞാൻ 1/4 കപ്പേ ചേർത്തിട്ടുള്ളൂ 1/2 കപ്പ് വരെ ചേർക്കാം ഈ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഇനി ഇതൊരു 1/4 കപ്പ് പാലുണ്ട് കൂടുതൽ സോഫ്റ്റ് ആവാനാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല ഇനി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴയ്ക്കും മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം ബജ്ജി ഉണ്ട് ഇതൊരു 2 മീഡിയം പൊട്ടറ്റോ ആണ് ഇത് നമുക്ക് കുക്കറിൽ 1 മീഡിയം സവാള മുറിച്ചത് 2 പച്ചമുളക് ഇഞ്ചി വളരെ ചെറിയ ഒരു 1/2 ഇഞ്ച് കഷ്ണം മതി ഇഞ്ചി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 കപ്പ് വെള്ളം ഇതിപ്പോൾ കുറച്ച് പൊട്ടറ്റോ കുറഞ്ഞു കൂടി കുറച്ച് സവാള കൂടിയാലോ അല്ലെങ്കിൽ പൊട്ടറ്റോ കുറയുകയോ ചെയ്താലോ ഒന്നും പ്രശ്നമില്ല കേട്ടോ 1/2 ടീസ്പൂൺ ഉപ്പ് ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇതിൽ നമുക്ക് ക്യാരറ്റ് ബീൻസ് ഗ്രീൻ പീസ് എല്ലാം ചേർക്കാം കേട്ടോ ഞാൻ എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രം ഒരു സ്റ്റീം വന്നാൽ നമുക്ക് കുറച്ച് സമയം സിമ്മിൽ ഇട്ടിട്ട് എടുക്കാം പൊട്ടറ്റോ കുക്കാവുമ്പോഴേക്ക് നമുക്ക് ഇത് പരത്തിയെടുക്കാം ചെറിയ ചെറിയ ബോൾസ് എടുക്കുക സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടി തൂവാം പൂരിക്ക് നമ്മൾ ഒരു ഇത്തിരി കനത്തിലാണല്ലോ പരത്തുക അല്ലേ അതേപോലെ പരത്തിയെടുക്കാം ഇതിനി ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്കിടാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം എണ്ണ നല്ല ചൂടിലല്ലേ ഇട്ടെ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് മറിച്ചിടാം ഇതിലേക്ക് മെല്ലെ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക എടുക്കുന്ന സമയത്ത് നല്ല ഫുൾ ഫ്ലെയിമിലായിരിക്കും പൂരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് ഇതിൻ്റെ പ്രഷറെല്ലാം പോയി കുക്കായിട്ടുണ്ട് ഇതിൽ അധികം വെള്ളമില്ല കുക്കായി കഴിഞ്ഞപ്പോൾ അധികം വെള്ളമില്ല അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണേ നന്നായിട്ടും ചൂടായ്മ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാലല്ലേ അപ്പം അതുകൊണ്ട് ഓഫാക്കാം പൊതുവേ മല്ലിയിലേക്ക് ഇടുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല ഓഫാക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പാൻ വെച്ചിട്ടുണ്ട് കടുക് വറുക്കണം കടുക്
കറിവേപ്പില. കണ്ടെല്ലാം നല്ല റെസിപ്പിയല്ലേ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വേഗം ചെയ്യാൻ പറ്റും. ഉണ്ടാക്കിയിട്ട് മാവൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ കറി വേണമെങ്കിൽ എടുത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പൂരിയിൽ കുറച്ച് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് സാധാരണ നമ്മൾ ചേർക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ഹെൽത്തിയാണ്, നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്, ടേസ്റ്റിയാണ്. ഉണ്ടാക്കി ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.